ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിയറിഷ് പിയർസിംഗ് പാറ്റേൺ ആണ്. നമ്മുടെ ബുള്ളിഷ് പിയർസിംഗ് പാറ്റേണിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. പേര് പറയും പോലെ തന്നെ ഇതൊരു ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ എൻഡിലായിരിക്കും ഈ ഒരു പാറ്റേൺ കാണപ്പെടുന്നത്. അതായത് പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിൽ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരികയും അതുകൊണ്ട് തന്നെ പ്രൈസ് താഴോട്ട് വന്ന് തൊട്ട് മുമ്പത്തെ ക്യാൻഡലിൻ്റെ നേരെ പകുതിക്ക് താഴെയായിട്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത്. നമ്മൾ ബുള്ളിഷിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത്രയേ ഉള്ളൂ. ഇതന്നെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് എന്നുള്ളത്. ഇത് 15 മിനിറ്റ് ക്യാൻഡിൽസാണ് കാണിച്ചിട്ടുള്ളത്. ബിയറിഷ് റിവേഴ്സൽ പിയർസിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പാറ്റേൺ. അതിൻ്റെ ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് ക്യാൻഡിൽസിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഹൈ ലോ ക്ലോസ് ഓപ്പൺ ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 4 വാല്യൂസ് കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ക്യാൻഡിലായിട്ട് വരയ്ക്കുന്നത്. അതായത് 15 മിനിറ്റ് ക്യാൻഡിലിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ക്യാൻഡിൽ വരച്ചാൽ നമുക്ക് ഈ ഷേപ്പിലായിരിക്കും കിട്ടുന്നുള്ളത്. അതായത് ഈ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണ്, ക്ലോസ്, ഹൈ, ലോ ഈ 4 വാല്യൂസും നമ്മൾ കമ്പൈൻ ചെയ്ത് വരച്ച ക്യാൻഡിലാണിത്. ഈ ക്യാൻഡിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മുകളിൽ പ്രൈസ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, പക്ഷേ മുകളിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു. അങ്ങനെ പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വന്ന് ഏകദേശം ഓപ്പണിൻ്റെ അടുത്തായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ഒരു ചെറിയൊരു ബോഡിയാണ് ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പക്ഷേ അതിനേക്കാൾ വളരെ വലുതായിട്ടുള്ളൊരു വിക്ക് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അതിനെ കാണിക്കുന്നത് മുകളിൽ നിന്നുള്ള പ്രൈസ് റിജക്ഷനാണ്. അതായത് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് എൻ്റർ ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇത് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാകാൻ നിങ്ങൾ സിംഗിൾ ക്യാൻഡിൽ പാറ്റേണിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടത് അത് പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. അതായത് പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും പ്രൈസ് തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൽ നേരെ പകുതിക്ക് താഴെയായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ക്യാൻഡിൽ പാറ്റേൺ എടുത്താലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് എല്ലാത്തിലും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോ എല്ലാവരും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയുന്നതാണ്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മാത്രം എടുത്ത് ട്രേഡ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഏത് പൊസിഷനിലാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുള്ളതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ട്രെൻഡും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത് ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ മറ്റായാലും ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ധൈര്യത്തിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ. ഇനി അതിപ്പോൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെ ആണെന്നില്ല. നിങ്ങൾക്ക് ഡൈനാമിക്കായ മൂവിങ് ആവറേജസിലേക്ക് അപ്രോച്ച് ചെയ്ത ശേഷം ഇങ്ങനൊരു പാറ്റേൺ ഫോം ചെയ്താലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ പിവോട്ട് ഉപയോഗിക്കുന്നവർക്ക് പിവോട്ടിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസിലും തട്ടിയിട്ട് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്താലും നമുക്ക് ഈ ട്രേഡ്സ് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ മറ്റു ഫാക്ടേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതായത് വെറും ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തു എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ എൻട്രി സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ അങ്ങനെ ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഹൈ അല്ലെങ്കിൽ ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്